എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ +2 സേ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ ആദ്യത്തെ 5 ചാപ്റ്ററിൽ നിന്നും നിർബന്ധമായും പഠിക്കേണ്ട തിയറികളാണ് പറയുന്നത്. ജയിക്കാനുള്ള ഒരു 40 മാർക്ക് വരെ നമുക്ക് ഈ 5 ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് തരുന്ന നോട്ട്സുകൾ കറക്റ്റായിട്ട് എഴുതിയെടുത്ത് പഠിക്കേണ്ടതാണ്. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ ചാപ്റ്ററിൽ നിന്ന് ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് മാനേജ്മെൻറ്റിൻ്റെ ഒരു മീനിങ് പഠിച്ചു വെക്കുക. ഒന്നില്ലെങ്കിൽ ഇത് പഠിച്ചാൽ മതി. മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ഡൈനാമിക് പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദി എയിം ഓഫ് അച്ചീവിങ് ഗോൾസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അല്ലെങ്കിൽ ഈ ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. ദി പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദി എയിം ഓഫ് അച്ചീവിങ് ഗോൾസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. മീനിങ് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വയ്ക്കുക. പഠിക്കേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ ചിലപ്പോൾ ഓരോ പോയിൻ്റ് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. കഴിഞ്ഞതിന് മുന്നത്തെ കൊല്ലം മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷനൽ എക്സ്പ്ലെയിൻ ഇറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിളും മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസും എഴുതേണ്ടതാണ്. പിന്നെ മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എക്സ്പ്ലെയിൻ എന്നും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് നിർബന്ധമായും പഠിക്കണം. അതിൽ ഈ 3-ാമത്തെ പോയിൻറ്റും ഈ 4-ാമത്തെ പോയിൻറ്റിന് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. 3 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. ഇതിൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഇതൊരു 1 വേർഡിന് ചോദിച്ചിട്ടുണ്ട്. ഈ 4 തന്നിട്ട് അതിൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് 3 ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം എക്സ്ട്രാ തന്നിട്ട് ഏതാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അല്ലാത്തതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് പഠിക്കണം. സോഷ്യൽ ഒബ്ജക്റ്റീവ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്, ഇത് 3 നിർബന്ധമായും പഠിക്കണം. 3 ഒബ്ജക്റ്റീവ്സ് 3 മാർക്കിന് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് എഴുതുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് സർവൈവൽ, പ്രോഫിറ്റ്, ഗ്രോത്ത് ആണെന്നും പറഞ്ഞ് എഴുതിയാൽ മതി. പിന്നെ സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് എഴുതണം. പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് എഴുതണം. 3 മാർക്കിന് ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ. അല്ല ഇത് മാത്രമാണ് ചോദിക്കണമെങ്കിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ പഠിക്കേണ്ടത് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിന് 2 മാർക്കിന് 3 മാർക്കിന് 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത് എക്സിക്യൂട്ടീവ്സ് ആയതാണ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്ന എക്സിക്യൂട്ടീവ്സ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്ന എക്സിക്യൂട്ടീവ്സ്, ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. പിന്നെ ഓരോ മാനേജ്മെൻറ്റിൻ്റെയും ഫങ്ഷൻസ്. ഇപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ അവരുടെ ഫങ്ഷൻ എന്താണ്, അവരെന്താണ് ചെയ്യുന്നത്, അവരിൽ ആരൊക്കെ വരുന്നു, ടോപ്പ് മാനേജ്മെൻറ്റിൽ ആരൊക്കെ വരുന്നത്, ഈ ചെയർമാനൊക്കെ എടുത്ത് ചോദിക്കാറുള്ളതാണ്. പിന്നെ അവരുടെ ഫങ്ഷൻസ്, ഈ പ്ലാൻസും പോളിസീസും ഫ്രെയിം ചെയ്യുന്നത് ഏത് ലെവലാണെന്ന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ടോപ്പ് മാനേജ്മെൻ്റ് ആണ് മനസ്സിലാക്കുക. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കാറുണ്ട്. അത് ഏത് ലെവലിൽ ഉൾപ്പെടുന്നതാണെന്ന് ചോദിക്കാറുണ്ട് ഫിനാൻസ് മാനേജ്മെൻറ്റ്. പിന്നെ അവരുടെ ഫങ്ഷൻസും ഒരു 4 പോയിൻ്റ് പഠിക്കുക. ലോവർ ലെവലിൽ ഈ സൂപ്പർവൈസർ ചോദിക്കാറുള്ളതാണ്. സൂപ്പർവൈസർ ഏത് ലെവലിലാണ് ഉൾപ്പെടുന്നതെന്ന്. ഇപ്പോൾ ലോവർ ലെവലിലാണ്. അപ്പോൾ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ എന്താണെന്നും ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്താണെന്നും ഒരു 4 ഫങ്ഷൻസും പഠിച്ചു വയ്ക്കുക. ഈ പ്ലാനിങ്, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചോദിക്കാറുണ്ട്. അത് ഏത് ലെവലാണ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതും ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ പഠിക്കേണ്ടത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഈ ഡയഗ്രാം കണ്ടാൽ അറിയാം മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഇതിൽ പ്ലാനിങ് എന്താണെന്ന് പഠിക്കാം, ഓർഗനൈസിങ് എന്താണെന്ന് പഠിക്കാം, സ്റ്റാഫിങ് എന്താണെന്ന് പഠിക്കുക, ഡയറക്റ്റിംഗ് എന്താണെന്ന് പഠിക്കുക, കൺട്രോളിങ് എന്താണെന്ന് പഠിക്കുക. ഈ 5 ഫങ്ഷൻസ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വർഷവും സേ എക്സാമിന് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യനാണ് കോർഡിനേഷൻ. ഈസ് ദ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അതിൽ ഒരു 2 പോയിൻ്റാണ് ഉള്ളത്. അതിൻ്റെ സബ് പോയിൻറ്റും ഉണ്ട്. അത് എളുപ്പമാണ് പഠിക്കാൻ. അപ്പം അതും നന്നായി പഠിച്ചു വയ്ക്കുക. കോർഡിനേഷൻ ഈസ് ദ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളത് പഠിക്കുക. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് കോർഡിനേഷൻ. ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും കോർഡിനേഷൻ്റെ പഠിക്കേണ്ടതാണ്. നിർബന്ധമായും കോർഡിനേഷൻ വിട്ട് കളയാതെ പഠിക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഏതൊക്കെയാണ് പഠിക്കാൻ പറഞ്ഞത്, അപ്പോൾ ഒന്നും കൂടി ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെയാണ് പഠിക്കണേന്ന് പറയാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്, ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, essence of management, features or characteristics of
കോർഡിനേഷൻ. ഇത്രയും ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടത്. ചാപ്റ്റർ 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതിൽ പഠിക്കേണ്ടത് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പഠിക്കണം. ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ ഫങ്ഷണൽ ഫോർമാൻഷിപ്പൊക്കെ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ചോദിക്കുമ്പോൾ ഡയഗ്രാം മാർക്ക് അനുസരിച്ചിട്ടൊക്കെ വരയ്ക്കേണ്ടതാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെക്നിക്സിൽ ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി. ടൈം സ്റ്റഡിയും മോഷൻ സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി ഇതെപ്പോഴും എല്ലാ വർഷത്തെയും എക്സാമിനുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ 4 അപ്പോൾ അത് എന്തായാലും പഠിച്ചിട്ടുണ്ടെങ്കിൽ വൺ ബെസ്റ്റ് വേ ടു ഡു എ പർട്ടിക്കുലർ ജോബ്. ഇത് മെത്തേഡ് സ്റ്റഡി എല്ലാ വർഷവും സേയുടെ 1 വേർഡിൽ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യനാണ് മെത്തേഡ് സ്റ്റഡി എന്താണെന്നുള്ളത്. അപ്പോൾ ഈ 4 സ്റ്റഡികളും നിർബന്ധമായും പഠിക്കണം. പിന്നെ ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ. ഇപ്പോൾ 2 വർഷമായിട്ട് 8 പ്രിൻസിപ്പിളൊക്കെയാണ് ചോദിക്കാറുള്ളത്. നിങ്ങൾ 14 പ്രിൻസിപ്പിളും പഠിക്കേണ്ടതാണ്. ഡിഫറൻസസ് ബിറ്റ്വീൻ യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സ്കാലർ ചെയിൻ, ഓർഡർ, ഇതൊക്കെ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ പഠിക്കുമ്പോൾ 14 പ്രിൻസിപ്പിളും നിർബന്ധമായും പഠിച്ചിരിക്കണം. ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഒരു വർഷം ഒരു 6 പ്രിൻസിപ്പിൾ തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിച്ചിരുന്നു. അപ്പോൾ ഏത് വേണമെങ്കിലും ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഒന്നില്ലെങ്കിൽ 8 പ്രിൻസിപ്പിൾ എഴുതാനായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 6 തന്നിട്ട് അല്ലെങ്കിൽ ഒരു 8 തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് നന്നായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. 3ാമത്തെ ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെൻറ്റ്. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ മീനിങ് 2 മാർക്കിന് പഠിക്കണം. അതുപോലെ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ നേച്ചർ ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് പഠിക്കണം. അതിൻ്റെ 2ാമത്തെ പോയിൻ്റ് സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സസിൽ വരുന്ന എക്സാമ്പിളുകളും പഠിക്കണം. അതൊരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സ്പെസിഫിക് ഫോഴ്സസും ജനറൽ ഫോഴ്സസും ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ പഠിക്കേണ്ടത് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻ്റ് ആണ്. അത് എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പഠിക്കുമ്പോൾ അതിൻ്റെ ആ ചാർട്ടും കൂടി പഠിച്ച് വെക്കുക. ഡയമെൻഷൻസ് പഠിക്കുമ്പോൾ ഓരോ എൻവയോൺമെൻറ്റിൻ്റെയും എക്സാമ്പിളുകൾ നിർബന്ധമായും പഠിക്കണം. കാരണം അത് മാച്ച് ദി ഫോളോയിങ്ങിൽ എക്സാമ്പിളുകൾ തന്നിട്ട് അത് ഏത് എൻവയോൺമെൻ്റ് ആണെന്ന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഡയമെൻഷൻസ് പഠിക്കുമ്പോൾ എക്സാമ്പിൾ അടക്കം പഠിച്ചു വെക്കുക. പിന്നെ ആ ചാപ്റ്ററിൽ LPG അതെന്തൊക്കെയാണ് ഡിനോട്ട് ചെയ്യണതെന്ന് ചോദിക്കാറുണ്ട്. L ലിബറലൈസേഷൻ, P പ്രൈവറ്റൈസേഷൻ, G ഗ്ലോബലൈസേഷൻ. അത് 1 വേർഡിന് ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ പ്ലാനിങ്. ഈ ചാപ്റ്ററിൽ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് കഴിഞ്ഞ 5 വർഷവും എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. റിപ്പീറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ വർഷവും ഷുവറായിട്ടും 100% പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. പിന്നെ പ്ലാനിങ് സ്റ്റെപ്സ്, സെറ്റിംഗ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്രമിസസ്, അങ്ങനെ തുടങ്ങുന്ന ഫോളോ അപ്പ് വരെയുള്ള സ്റ്റെപ്സ് അതേ ഓർഡറിൽ തന്നെ എഴുതണം. പ്ലാനിങ് പ്രോസസ്സ് അത് 8 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ ടൈപ്സ് ഓഫ് പ്ലാൻസ് ഏതെങ്കിലും 5 ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സിംഗിൾ യൂസ് പ്ലാൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് പ്ലാൻസിൽ സിംഗിൾ യൂസ് പ്ലാൻസും സ്റ്റാൻഡിങ് പ്ലാൻസും നിർബന്ധമായും പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് 5ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ്, ഈ ചാപ്റ്ററിൽ നിന്ന് സ്റ്റെപ്സ് ഇൻ ദി പ്രോസസ് ഓഫ് ഓർഗനൈസിങ് അത് പഠിക്കേണ്ടതാണ്. പിന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതിൽ സ്പാൻ ഓഫ് കൺട്രോൾ വരുന്നുണ്ട്. അതിൻ്റെ മീനിങ് പഠിക്കണം, 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതിൽ ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും. ഒരു 3-4 വർഷം ഫങ്ഷണൽ സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഡിവിഷണൽ സ്ട്രക്ചറും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2ഉം നിർബന്ധമായും പഠിച്ചിരിക്കണം. ഈ ഫങ്ഷണൽ സ്ട്രക്ചർ പഠിക്കുമ്പോൾ അതിലൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്, അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ സ്യൂട്ടബിലിറ്റിയും കൂടി പഠിക്കണം. ഫങ്ഷണൽ സ്ട്രക്ചർ എന്താണെന്നും അതിൻ്റെ സ്യൂട്ടബിലിറ്റിയും കൂടി പഠിച്ചു വെക്കണം. ഡിവിഷണൽ സ്ട്രക്ചറും അതുപോലെ തന്നെ പഠിക്കേണ്ടതാണ്. പിന്നെ അതിൽ നിന്ന് പഠിക്കേണ്ടത് ഫോമൽ ഓർഗനൈസേഷനും ഇൻഫോമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ആ ചാപ്റ്ററിൽ നിന്ന് എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ പഠിക്കണം. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ഇത് 3ഉം 1 വേർഡിന് ചോദിക്കാറുണ്ട്. ലാസ്റ്റായിട്ട് ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇത്രയുമാണ് ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്. ഈ 5 ചാപ്റ്ററുകളിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് 1ഉം 2ഉം 5ഉം ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് നൽകുക. മറ്റ് ചാപ്റ്ററുകൾ പഠിക്കേണ്ടെന്നല്ല, ഈ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ അത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് 40 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കും. നിർബന്ധമായും അത് അത്രയും പഠിച്ചിരിക്കണം.